ഉച്ചക്കിലേക്ക് ഞാനില്ലത് വെച്ചിട്ടൊരു റേഷനായിരുന്നു ഒരു ബിരിയാണി പോലെ ഒരു താഴ്ച കറി ഉണ്ടാക്കുകയാണ്. നമുക്ക് അങ്ങനെ നോക്കാം. 2 ഏലക്ക, കുറച്ച് കുരുമുളക്, പട്ട, ഗ്രാമ്പ്, ഇളക്കി കൊടുക്കാം. പെരുംജീരകം, ഇത് വറക്കണ വെളിച്ചെണ്ണയിലാണ്. ശകലം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. സവോളയും പച്ചമുളകും നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് ബാക്കി സാധനം ഇടാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി, തക്കാളി, തക്കാളി ഒന്ന് നല്ല മണങ്ങട്ടെ, നല്ലൊരു കടന്ന് സെറ്റാകട്ടെ. കറിവേപ്പില ഞാൻ പിന്നെ നല്ല ഇടും. മല്ലിയിലൊന്നും ഇല്ല, അപ്പം ഞാൻ വെറും കറിവേപ്പില ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. മല്ലിയില വേണം, മല്ലിയില ഇല്ല. ഏട്ടൻ്റെ അടുത്ത് വാങ്ങിച്ചു വരാൻ പറഞ്ഞാൽ മൊത്തം അപ്പം ഞാൻ ഇല്ല കൊണ്ട് ഉണ്ടാക്കുക. പച്ചക്കറി ക്യാരറ്റ്, ബീൻസ്, ഒരു ഉരുളക്കിഴങ്ങ്. ഞാൻ വീട്ടിലുള്ള പച്ചക്കറി വെച്ചിട്ട് ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ചേർത്ത് ചേർക്കാം. ശകലം മഞ്ഞപ്പൊടി ഇടണം. ശകലം മല്ലിപ്പൊടി, മുളക് പൊടി ഒരു ശകലം ഇടണം. മുളക് പൊടി നല്ല എരിവുണ്ട്, ശക്തിയുടെ മുളക് പൊടിയാണ്. ഇട്ടിട്ടൊന്ന് ഇളക്കാം. കുറച്ച് ബിരിയാണി മസാല പൊടിക്കാതെ ഇളക്കണം. ഒരു സ്പൂണ് മൂടി ഇട്ടിട്ടുണ്ട്. അരിയൊക്കെ ഇട്ടതിന് ശേഷം ബാക്കി ഉപ്പും കൂടി ഇടാം. ഈ അരി ഇതിലേക്ക് ഇടാം. കഴുകി വെച്ച റേഷൻ അരിയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിയുടെ അളവിനനുസരിച്ച് 2 പാത്രം വെള്ളം ഒഴിക്കണം.
നമ്മൾ അരി എടുത്തതിന് ആ പാത്രത്തിന് 2 പാത്രം വെള്ളമാണ്. എത്ര അളവിന് അരി എടുത്തുക്കണം അതിനനുസരിച്ച് അതിൻ്റെ ഡബിൾ ഇരട്ടി വെള്ളമാണ് ഒഴിക്കുന്നത്. അരി ഒന്ന് കുതിർന്നിട്ടില്ലെങ്കിൽ കുറച്ച് വെള്ളം കമ്മിയായിട്ട് വെച്ചാൽ മതി. ഞാൻ അരി കുതിർത്താൻ വെച്ചിട്ടില്ല. ഉപ്പിടാം. ഒരു മുറി നാരങ്ങ ഒഴിക്കാം. ഇത് നാരങ്ങ ഒഴിക്കണം എന്നില്ല, തൈര് ഒഴിക്കേണ്ടവർക്ക് തൈര് ഒഴിക്കാം. ഞാൻ നാരങ്ങ ഒഴിക്കണം. തൈര് പറ്റില്ല, തൈര് തണുപ്പാകൊണ്ട്. ഇത് മൂടി വെച്ച് വേകട്ടെ. ഈ കുക്കറിൻ്റെ വിസിൽ പൊട്ടിപ്പോയി. അപ്പോൾ അത് വേറെ കുക്കറിൻ്റെ വിസിലാണ് വെച്ചിന്. അപ്പോൾ അതൊരു 2 വിസിൽ വന്നിട്ട് ഓഫ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. വിസിൽ അതേപോലെ ഉണ്ട്, നോക്കി വെക്കാം. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നല്ല പാകമായിട്ടുണ്ട്, കണ്ടില്ലേ? ചൂടാകുമ്പോൾ നല്ല കറക്റ്റ് അളവിനുള്ള വെള്ളമൊക്കെ ആവും. അപ്പോൾ ബിരിയാണി കറക്റ്റായി വെന്തിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ തന്നെ ഉച്ചക്കലത്തെ ബിരിയാണി.